ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്ന് എല്ലാവരും നല്ല സന്തോഷത്തോടെയാണോ ഇരിക്കുന്നത്? അതെയോ ഭയങ്കര ആലോചനയാണോ? ഇന്ന് ആൾക്കാർ ചിലപ്പോൾ ആലോചിക്കും, ഇന്ന് ഞാൻ എന്താ കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാനൊരു നല്ലൊരു പരിഹാരം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബുക്കാണ്. ഈ ഒരു ബുക്കിന്റെ പേര് വാട്ട് ഡു ഐ കുക്ക് ടുഡേ. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എഴുതിയിരിക്കുന്ന, എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ടുള്ള, ഏകദേശം ഒരു 10 വർഷം എനിക്കറിയാവുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട അഡ്വൈസറും എൻ്റെ നല്ല ഒരു ആൻറ്റി ആയിട്ട് നമ്മുടെ ഈ സ്റ്റോറിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റിയാണ് കേട്ടോ. ഈ ആൻറ്റി എനിക്ക് 10 years ആയിട്ട് അറിയാം. ഈ ആൻറ്റീനെ എപ്പോൾ കണ്ടാലും ഞാൻ ചോദിക്കും, ആൻറ്റിയുടെ ബുക്ക് എന്നാ ഇറക്കുന്നത്? എടോ, ബുക്ക് ഉണ്ടാക്കാടോ, ബുക്ക് ശരിയാവൂടോ. കാരണം എന്ന് വെച്ചാൽ ആൻറ്റിയുടെ വീട്ടിൽ വിശക്കുമ്പോൾ പോയി ഉണ്ണിയപ്പം തരാവോ ആൻറ്റി, ചായ തരാവോ ആൻറ്റി എന്നൊക്കെ പോയി ചോദിച്ചാൽ വേഗം ചായയും തരും, ഉണ്ണിയപ്പം തരും, അവിടെയുള്ള സാധനങ്ങളൊക്കെ തരും. അതിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ ആൻറ്റിയുടെ പേര് കല്യാണി ബാലചന്ദ്രൻ എന്നാണ്. ഭയങ്കര എക്സ്പീരിയൻസ്, നമുക്ക് ഇച്ചിരി ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട്, ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് നമുക്ക് എങ്ങനെ അവിയൽ ഉണ്ടാക്കാം, എങ്ങനെ പുളിശ്ശേരി ഉണ്ടാക്കാം, എങ്ങനെ എലിശ്ശേരി ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ബുക്കാണ് ഇത്. ആൻറ്റിയുടെ ഭയങ്കര ഒരു ആൻറ്റിയുടെ ഡ്രീം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻറ്റിയുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരുടെയും ഒരു ഭയങ്കര ഒരു ഡ്രീമാണ് ഇതുപോലെയുള്ള ഒരു ബുക്ക് ഉണ്ടാക്കാൻ. ഞാൻ തന്നെ ആൻറ്റി ഇങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പം അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിങ്ങനെ കേട്ടോണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. നല്ല രസമാണ് ഇത്. ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും ഈ ബുക്ക് നമ്മൾ അയച്ചു തരും. ആൻറ്റിയുടെ ചെറിയ ചെറിയ റെസിപ്പീസ് വേഗം ഈസി ആയിട്ട് ഉണ്ടാക്കാം. പാൽപ്പായസം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹൈലൈറ്റ്, എൻ്റെ ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഇത് ആൻറ്റിയുടെ, ഇത് ഞാനൊരു എൻ്റെ വീഡിയോസിന് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇതൊന്നും ഞാനൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന, എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി. ആൻറ്റി ബുക്ക് താ, ഞാൻ പോയി വീഡിയോക്കകത്ത് ഇടാം, താ ആൻറ്റി എന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചുകൊണ്ട് വന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ അത്ര പ്രിയപ്പെട്ടതായതുകൊണ്ട് ആ ടാനി അങ്ങനെ ചെയ്യത്തുള്ളൂ എന്ന് എന്നെ അറിയാവുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം. അപ്പോൾ ഈ ബുക്ക് വേണ്ടവരൊക്കെ നമ്മുടെ വാട്സപ്പിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണം. നമ്മൾ എവിടെ വേണം അയച്ചു തരും. നമ്മൾ ഇതിൻ്റെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിരിക്കും. ഇനി ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് കിടക്കുവാണ്. അപ്പം എന്താണ് കുക്ക് ചെയ്യേണ്ടതെന്ന ഉള്ള ഒരു പരിഹാരം നമ്മൾ ഇന്ന് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ മാഗ്നിസ്കേപ്സ് ഡേ. എല്ലാ ദിവസവും ഒരുപോലത്തെ ബെഡ്ഷീറ്റ് ഉള്ളോ, എല്ലാ ദിവസവും ഒരുപോലത്തെ സാധനം ഉണ്ടോ എന്നൊക്കെ മാത്രം ചോദിക്കുന്നത് കുറച്ച് ആൻറ്റിമാരുണ്ട് കേട്ടോ. മാഗ്നിസ്കേപ്സിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയിലുള്ള ഡിസൈനർ ബെഡ്ഷീറ്റ്സും അവൈലബിൾ ആണ്. നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനർ ബെഡ്ഷീറ്റ്സ് അവൈലബിൾ ആണ്. ഇന്ന് ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല സോഫ്റ്റ് ആണ്. ഇതുണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റാട്ടോ. ഈ ഷീറ്റിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, നമ്മൾ അക്കോബ പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നല്ല ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയല്ല, ഈ ഷീറ്റിൻ്റെ ചുറ്റും, ഈ ഒരു ഷീറ്റിന് ചുറ്റും നല്ല, അത് 4 ഭാഗത്തും ഇതുപോലെ നല്ല വലിയ ലേസും പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ നല്ല അഫോർഡബിൾ ആയിട്ടോ ഒരു റേറ്റിൽ ഒരു ബെഡ്ഷീറ്റ് വേണം. അത് സോഫ്റ്റ് ആയിരിക്കണം, ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, കാണാനും കുറച്ച് ചന്തം ഉണ്ടായിരിക്കണം, നല്ല ഭംഗി ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ, ഇത് ക്യൂൻ സൈസും കിങ് സൈസും എല്ലാം തന്നെ അവൈലബിൾ ആണ്. നമ്മൾ ആദ്യം വരുന്ന മീൻസ്, അതായത് ഇതുപോലത്തെ ഷീറ്റ്സ് ഒക്കെ ഇല്ലേ, നമുക്ക് ഒരേ പീസ് ഒരു 2 or 3 ഒക്കെ കാണുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം വരുന്നവർക്കാണ് ഈ ഷീറ്റ്സ് ഒക്കെ നമ്മൾ തരുള്ളേ. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഷീറ്റ്, നല്ല അക്കോബ ഫിനിഷ് ചെയ്തിരിക്കുന്ന, ചുറ്റും ലേസ് വെച്ചിരിക്കുന്ന നല്ലൊരു ബ്ലൂ കളറിൽ വൈറ്റ് കളറിലുള്ള ഒരു ഷീറ്റാണ്. ഇനി വന്നിരിക്കുന്നത് നല്ല വലിയ പൂക്കൾ. ഇപ്പോൾ ഒരു ട്രെൻഡ് ആണല്ലോ വലിയ പൂക്കൾ. ആ വലിയ പൂക്കളിൽ ഇത് കണ്ട് എന്ത് രസമാണെന്ന് നോക്കിയേ. വലിയ പൂക്കളിൽ നമ്മുടെ കാലിൻ്റെ താഴെയല്ല, അതിൻ്റെ മുകളിലായിട്ടൊക്കെ വരുന്ന ഒരു മുട്ടിൻ്റെ താഴെയൊക്കെ ആയിട്ടാണ് ഇത് നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഈ അക്കോബയും ഈ ലേസൊക്കെ പിടിപ്പിച്ചിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് ആണ്, മിക്സ് കോട്ടൺ ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ്. ഇതിന് 2 വലിയ പില്ലോ കവേഴ്സോട് കൂടി ഇത് അവൈലബിൾ ആണ്.
ഇതിപ്പോൾ ഞാനിപ്പോൾ ക്യൂനാണോ കിങ് ആണോ എന്ന് പറയാത്തതിന് ചിലപ്പം ക്യൂനും കിങ്ങിൻ്റെ ഇടയ്ക്കുള്ള സൈസ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിൻ്റെ സൈസ് വാട്സപ്പിൽ ഒന്ന് ചോദിക്കണേ. അപ്പം നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് നമ്മൾ പറഞ്ഞു തരും കേട്ടോ. ഇത് അടുത്ത ഷീറ്റ് നല്ല വൈറ്റ് കളറിൽ, നാല് ബാക്ക്ഗ്രൗണ്ട് എന്ത് രസമാണെന്ന് നോക്കുന്നത്, പൂക്കളാണ്, അടിപൊളി പൂക്കളല്ലേ, നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷീറ്റ്. അതിൽ നമ്മളിങ്ങനെ അക്കോബ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ തരം അക്കോബകളാണ്, വേറെ വേറെ ലേസുകളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ നന്നായിട്ട് മനസ്സിലാവും. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷീറ്റ്. ഇതിൻ്റെ ഭംഗി അറിയണമെങ്കിലില്ലേ, ഞാനിതിങ്ങനെ പൊക്കി പിടിക്കണം. പക്ഷെ ഇതിങ്ങനെ എനിക്ക് പൊക്കി പിടിക്കുമ്പോൾ വെയിറ്റ് ആണ് കേട്ടോ, നല്ല ഭംഗിയായിട്ട്. പക്ഷെ ഇത് ലൈറ്റ് വെയിറ്റാ, പക്ഷെ ഇങ്ങനെ പൊക്കുമ്പോൾ ഇച്ചിരി വെയിറ്റാ കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഷീറ്റ്. അതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും ഓരോ ദിവസവും ആലോചിക്കുന്ന പല പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതിന് വേണ്ടിയേ നടക്കത്തുള്ളൂ. ഇപ്പം ചില ആൾക്കാർ പറയും, അയ്യോ എൻ്റെ ലൈഫിലെല്ലാം ഇങ്ങനെ നെഗറ്റീവായിട്ടേ നടക്കത്തുള്ളൂ, അങ്ങനെയാണ്. നമുക്കൊരു ദിവസം നമുക്കതിൻ്റെ കാര്യങ്ങളെല്ലാം ഫ്രൂട്ടായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതാണ് കേട്ടോ, അതൊരു രസമുള്ള ഒരു കാര്യം. ഇപ്പം ആൻറ്റിയുടെ ബുക്ക് തന്നെ ആൻറ്റി ഇങ്ങനെ എഴുതാൻ ഇങ്ങനെ തുടങ്ങി. ഇപ്പം തന്നെ ആൻറ്റി നല്ല പ്രിപ്പയർ ചെയ്ത് ആലോചിച്ച്, ആൻറ്റിക്ക് നല്ല പ്രായമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളെയൊക്കെ അഡ്വൈസ് ചെയ്ത്, നമ്മളെയൊക്കെ മോളെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ, ഡയബറ്റിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ, എടോ ടാനിയ എന്ന് എന്നെ വിളിക്കുന്നത്, എടോ ടാനിയ ഇങ്ങനെ ചെയ്താൽ മതി എന്ന്, മോളെ എന്നല്ല. അപ്പോൾ അത്രയും നന്നായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ അത്ര നോളജ് ഉണ്ട്. നമ്മൾ കുറേ സാധാ ബുക്കൊന്നും എഴുതുന്ന പോലെയൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. സിമ്പിളായിട്ട് നല്ല കറികൾ, അത്രേ ഉള്ളൂ. അപ്പോൾ വലിയ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടേ. അപ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പതുക്കെയാണെങ്കിലും സാധിക്കും. നമ്മൾ അതിന് എഫേർട്ട് എടുക്കണം കേട്ടോ. ഇത് കണ്ടോ, 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ അടുത്ത ഷീറ്റ്. ഇന്നെല്ലാം ഇതുപോലത്തെ ഷീറ്റാണ് കാണിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഷീറ്റല്ലേ, എല്ലാം നല്ല ഭംഗിയുണ്ട്. വിലയും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. നല്ല ഭംഗിയായിട്ട് 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ ഷീറ്റാണ് ഇത്. ഇനി അടുത്ത ഷീറ്റ് നല്ല മഞ്ഞ കളറിൽ കേട്ടോ, നല്ല മഞ്ഞ കളർ. ഇതിനകത്ത് നമ്മുടെ ഷീറ്റിൽ നമുക്ക് ഇതുപോലെ ഇല്ല, പക്ഷെ പില്ലോ കവറിൽ ഇതുപോലെ ഉള്ളൂ കേട്ടോ. നല്ല ലേസൊക്കെ പിടിപ്പിച്ചിട്ടുള്ളൂ. ഷീറ്റിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ചില ആൾക്കാർക്ക് നമുക്ക് പ്ലെയിൻ ഷീറ്റ് ആവുമല്ലോ ഇഷ്ടം, അപ്പോൾ പില്ലോ കവറിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ മാഗ്നിസ്കേപ്സിന് കടയുള്ളത് എറണാകുളത്ത് ചെറുപറമ്പത്ത് റോഡ് കടവന്ത്രയിലാണ്. അതായത് നമ്മൾ മെട്രോ പില്ലർ നമ്പർ 795 നോക്കി വരുമ്പോൾ അവിടെ നമ്മൾ ടേൺ ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഒരു HP വേൾഡ് കാണാം. അത് കഴിഞ്ഞ് ഉള്ളിലോട്ടുള്ള വഴിയാണ് നമ്മുടെ ചെറുപറമ്പത്ത് റോഡ്. അവിടെ ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിലോട്ടാണ്. അവിടെ പാർക്കിംഗ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട. പിന്നെ ഉള്ളത് താഴെ കിടക്കുന്ന വാട്സപ്പിൽ നമ്മൾ ഓർഡേഴ്സ് എടുക്കും. വെബ്സൈറ്റിൽ ചില ഫോട്ടോസ് ഇവിടെ ഇട്ടിരിക്കുന്ന കാണത്തില്ലായിരിക്കും. അപ്പോൾ വറിയാകില്ല, അവിടെ ഇല്ലല്ലോ എന്ന് വിഷമിക്കണ്ട. നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പാൽപ്പായസം ഉണ്ടാക്കണോ, ഇന്ന് നമ്മൾ അവിയൽ ഉണ്ടാക്കണോ എന്നൊക്കെ ആലോചിക്കണം. അതൊരു വെജിറ്റേറിയൻ ബുക്കാണ് കേട്ടോ. നല്ല പഴമയുള്ള ബുക്കാണ്. പഴമയല്ല, പഴയ കാലത്തെ റെസിപ്പീസ് അതിനകത്ത്. പുതിയ കാലത്തെ റെസിപ്പീസ് അല്ല, പഴയ റെസിപ്പീസ്. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കണം. നമ്മളെ ഇടയ്ക്ക് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, കുറച്ചൊക്കെ ഷെയറും ചെയ്യണം കേട്ടോ. താങ്ക് യു.